ഗൾഫിലേക്ക് വാഹനം കയറുന്ന ഓരോ പ്രവാസിയും മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒരു വലിയ പാഠമുണ്ട്. നമ്മൾ വിചാരിക്കാത്ത ജീവിതത്തിലെ ഒരു വലിയ അബദ്ധം, അതല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഒരു വിധി നമ്മുടെ ജീവിതത്തെ എങ്ങനെ മാറ്റിമറിക്കാം എന്നുള്ളതിന് പച്ചയായ തെളിവായ ഉദാഹരണമാണ് അബ്ദുറഹീം. തൻ്റെ 24-ാം വയസ്സിൽ ഡ്രൈവറായിക്കൊണ്ട് റിയാദിൽ എത്തിയതായിരുന്നു അബ്ദുറഹീം. കൃത്രിമ ശ്വസന സഹായത്തിൽ ജീവിക്കുന്ന കുട്ടിയെ പരിപാലിക്കലായിരുന്നു അബ്ദുറഹീമിന് നൽകിയിട്ടുണ്ടായിരുന്ന ജോലി. ഒരു ദിവസം വാഹനത്തിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുട്ടിക്ക് അസ്വസ്ഥതയുണ്ടായി. ആ സമയത്ത് അബ്ദുറഹീം അവനെ ശാന്തനാക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അബ്ദുറഹീമിൻ്റെ കൈകൾ അബദ്ധത്തിൽ ഈ കുട്ടിയുടെ ദേഹത്ത് തട്ടി. പക്ഷേ അബദ്ധത്തിൽ കൈ തട്ടിയെടുത്ത് ജീവൻ രക്ഷ ട്യൂബിലായിരുന്നു. ആ സമയത്ത് തന്നെ കുട്ടി തൽക്ഷണം മരണമടഞ്ഞു. അബ്ദുറഹീം മനഃപൂർവ്വമായിട്ട് അല്ലായിരുന്നിട്ട് പോലും അബ്ദുറഹീമിന് ലഭിച്ചത് നിയമത്തിന് മുന്നിൽ കഴുമരമായിരുന്നു. അന്യ നാട്ടിൽ നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് മറ്റുള്ളവരുടെ ജീവൻ രക്ഷയുമായുള്ള തൊഴിലുകൾ നമ്മൾ ഏറ്റെടുക്കുന്ന സമയത്ത് അതിൽ നമ്മൾ എത്രമാത്രം കാര്യക്ഷമത പുലർത്തണമെന്നും സൂക്ഷ്മത പുലർത്തണമെന്നുമാണ് നമ്മെ അബ്ദുറഹീമിൻ്റെ ജീവിതം പഠിപ്പിക്കുന്ന പാഠം. നിയമത്തിൻ്റെ കണ്ണിൽ അബദ്ധങ്ങൾക്ക് ഒരിക്കലും മാപ്പില്ല. അങ്ങനെ പറ്റിയ അബദ്ധം തന്നെയായിരുന്നു അബ്ദുറഹീമിനെ 20 വർഷത്തോളം ആ ജയിലറക്കുള്ളിൽ പാർപ്പിച്ചത്. പക്ഷേ മോചനത്തിനായി സൗദി ചോദിച്ച 34 കോടി ഒരു സാധാരണക്കാരന് അസാധ്യമായതായിരുന്നു. അവിടെയാണ് മലയാളി എന്ന് പറയുന്ന വികാരം ലോകമെമ്പാടും ഉണർന്നത്. ജാതിയോ മതമോ നോക്കാതെ മനുഷ്യൻ എന്ന മലയാളി എന്ന ഒരൊറ്റ നാമത്തിന് മുന്നിൽ ലോകം മുഴുവനുമുള്ള മലയാളികൾ അതിനുവേണ്ടി രാവും പകലും പണിയെടുത്തു. അങ്ങനെ ഓരോ മലയാളിയുടെയും ശക്തമായ ഒഴുക്കിന് മുന്നിൽ ദിവസങ്ങൾ കൊണ്ട് 34 കോടി സ്വരൂപിച്ചു റഹീമിൻ്റെ ജീവൻ വിലക്ക് വാങ്ങി. എല്ലാ നിയമ പോരാട്ടത്തിനും ഒടുവിൽ 20 വർഷങ്ങൾക്ക് ശേഷം റഹീം സ്വന്തം ജന്മനാട്ടിലേക്ക് കാലുകുത്തി. പക്ഷേ അത് അന്ന് ഒരു വലിയ സന്തോഷത്തിൻ്റെ പെരുന്നാൾ പുലർച്ചെ ദിവസമായിരുന്നു. അത് വെറുമൊരു പെരുന്നാളായിരുന്നില്ല. മനുഷ്യത്വത്തിൻ്റെ ജീവന് വേണ്ടിയുള്ള എല്ലാവരും ഒരേ ശബ്ദത്തിൽ പ്രവർത്തിച്ചതിൻ്റെ പ്രതിഫലനത്തിൻ്റെ ഫലം. നമ്മൾ ഒന്നോർക്കണം, ജാഗ്രത എല്ലാം നമ്മുടെ കൈകളിലാണ്. കാരുണ്യം ഓരോ മലയാളിയുടെയും മനസ്സിലും മണ്ണിലും. ഇതാണ് റഹീമിൻ്റെ ജീവിതം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പാഠം.